നമസ്കാരം. ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന ചെമ്മീൻ കിണ്ണപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ചെമ്മീൻ കിണ്ണപ്പത്തിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മലബാർ ഡിഷാണ്. ഇത് ചെമ്മീനൊക്കെ വെച്ചിട്ട് ഒരു 4 മണി സ്നാക്കൊക്കെ ആയിട്ട്, ഒരു ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പിൽ താഴെ, ജസ്റ്റ് 3/4 കപ്പിൽ താഴെ ബസ്മതി അരി കുതിർക്കണം. ഒരു ഏകദേശം 2 മണിക്കൂർ കുതിർക്കണം. അതുപോലെ തന്നെ കുത്തരി, അതും ഒരു 1/2 കപ്പിൽ തൊട്ട് താഴെ, അതും കുതിർക്കണം നന്നായിട്ട്. ഒരു 2 മണിക്കൂർ ഇത് രണ്ടും കുതിർത്ത ശേഷം വെള്ളത്തിൽ മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിതരിപ്പില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ. ഒരു 3/4 കപ്പ് തേങ്ങ ചരുവിയതിൽ ഒരു 1.5 കപ്പ് വെള്ളം, പിന്നെ അതുപോലെ തന്നെ ഒരു 3 ഏലക്കായും ഇട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നതാണിത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ അരി നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കുറുകിയതാണ്, അതൊന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ചെമ്മീൻ വേണം. ഇതൊരു 1/4 കിലോ ചെമ്മീനാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി വേണം 1 ടീസ്പൂൺ. നമ്മുടെ പിരിയൻ മുളക് പൊടി അത് ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന്. വിനാഗിരി 1 ടേബിൾ സ്പൂൺ. ഇത്രയും വേണം. അതുകൂടാതെ ഇത് സവോള, 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തക്കാളി 1 ചെറുതായിട്ട് അരിഞ്ഞത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത് 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ പാകത്തിന് വേണം, ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ ചേർത്തിട്ട് ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള വഴന്നു. നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒരു 1/4 കിലോ അല്ലേ ഉള്ളൂ, അപ്പം ഒരു ഏകദേശം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതിയാകും. ഈ തക്കാളി ചേർക്കണം. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇതും ചേർക്കാം. ഇത് ഗരം മസാല, അതുപോലെ തന്നെ പെരുംജീരകമാണ്. ഇതൊരു 1/2 ടീസ്പൂൺ വീതം. ഇതും ചേർക്കാം നമുക്ക്. ഇനി കുരുമുളക് പൊടി ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ ചേർക്കുക. ഇത് പിരിയൻ മുളക് പൊടി, ഇതൊരു ഏകദേശം 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഉപ്പ് ചേർക്കണം. ഉപ്പ് പാകത്തിന് ചേർക്കണം. ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കണം. ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 2 ടൈപ്പ് മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ പിരിയൻ മുളക് പൊടിയും. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയുണ്ട്, അതുപോലെ ഗരം മസാല, പെരുംജീരകപ്പൊടി, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഈ പൊടികളൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ ചേർക്കണം. നല്ല തീയിൽ തന്നെ ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരും. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ ഊറി വരുന്ന വെള്ളവും കൂടി വറ്റിച്ചെടുക്കണം നമുക്ക്. ഇത് നമ്മൾ ഒരു 3/4 കപ്പിൽ താഴെ ബസ്മതി അരി 2 മണിക്കൂർ കുതിർത്ത്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പിൽ താഴെ കുത്തരി അതും കുതിർത്ത് 2 മണിക്കൂർ കുതിർത്തിട്ട് അത് രണ്ടും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചതാ. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം.
നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് മതി. ഇനി ഇത് ഞാൻ പറഞ്ഞു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ട് അതിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇത് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നതാണിത്. ഇതും ചേർത്ത് ഇതൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ തേങ്ങാപ്പാൽ മുഴുവനും ഒഴിക്കാം. പാകത്തിന് കൺസിസ്റ്റൻസി ഉള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഇതിടയ്ക്കൊന്ന് ഇളക്കണം. ചെമ്മീൻ വേവുന്നുണ്ട്. ഈ മാവ് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉള്ള മാവ് കൂട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇതാ നമ്മുടെ മാവ് കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഏകദേശം ഇഡ്ഡലി ദോശയുടെ ആ മാവിൻ്റെ പോലെയാണ്. അത്രയും കൺസിസ്റ്റൻസി അതാണ്. ഇത് അപ്പച്ചെമ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട്. നമുക്കിനി തീ കത്തിച്ച് ഈ മാവ് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഈ മാവിൻ്റെ ഏകദേശം ഒരു പകുതി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു പകുതി മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ അപ്പച്ചെമ്പിൽ വെച്ച് ഇതൊന്ന് ഉറയ്ക്കുന്നിടം വരെ, ഏകദേശം ഒന്ന് ഉറച്ചു വരുന്നിടം വരെ നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി, വെള്ളം ചൂടായി, ആവി വന്ന് ഇത് ഈ മാവ് ഒന്ന് ഏകദേശം ഒരു പകുതിയെങ്കിലും ഒന്ന് ഉറച്ചു കിട്ടുന്നിടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. നമ്മുടെ ചെമ്മീൻ ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതായിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെയും തീ നിർത്താം. ഇതൊന്ന് റെഡി ആവട്ടെ. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ മാവ് പ്ലേറ്റിൽ ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ഏകദേശം ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ചെമ്മീൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതൊരു കിണ്ണപ്പത്തിരിക്കുള്ള മാവേ ഉള്ളൂ. വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് എല്ലായിടത്തോട്ടും ആയിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി മാവ് നമുക്ക് ബാക്കിയിരിക്കുന്നുണ്ട്. ആ മാവ് കൂടി ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് മാവ് ഈ ചെമ്മീൻ മുഴുവൻ മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ചെമ്മീൻ ഇങ്ങനെ പുറത്ത് കാണും, അതിന് കുഴപ്പമില്ല. ഈ മാവ് വീഴുന്നതുകൊണ്ട് ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ ഒന്ന് ഉറച്ചു കിട്ടും, പുറത്തോട്ട് ചാടാതെ. വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഒരു ചെമ്മീൻ കിണ്ണപ്പത്തിരിക്കുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പ്ലേറ്റ്, കുറച്ചുകൂടി ചെറിയ പ്ലേറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും 2 ചെമ്മീൻ കിണ്ണപ്പത്തിരിക്കുള്ള ഇത് കിട്ടും. ഇനി തീ കൂട്ടിയിടാം. കുറച്ച് സമയം കൂടി വെച്ച് നമ്മളിപ്പോൾ ഒഴിച്ച മാവും കൂടി നമുക്ക് വെന്ത് കിട്ടണം. നമ്മളിന്ന് തയ്യാറാക്കിയത് ചെമ്മീൻ കിണ്ണപ്പത്തിരിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് മാറി നമുക്കിനി ഇത് മുറിക്കാം. നമ്മൾ അരി അരച്ചതുകൊണ്ടൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. നമുക്കിങ്ങനെ ട്രയാങ്കിൾ സ്ലൈസസ് ആയിട്ട് ടീ ടൈം സ്നാക്ക് ആയിട്ട് കോഫിയുടെ കൂടെ അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ 4 മണി പലഹാരമായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചെമ്മീൻ കിണ്ണപ്പത്തിരി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു മലബാർ ഡിഷാന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.